اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, തഖ്വ കൊണ്ട് ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വെള്ളിയാഴ്ച ദിവസം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള ദിവസമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഴ്ചയിൽ ഒരു ദിവസത്തിന് ദീനിന്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തഖ്വയുടെ സന്ദേശങ്ങളും കേൾക്കാനുള്ള ഒരു മഹല്ലിലെ ആളുകൾ കൂടിപ്പിരിഞ്ഞ് കണ്ടുപിരിഞ്ഞ് പോകാനുള്ള ദിവസമായി നിശ്ചയിച്ചത്, പ്രാർത്ഥനയുടെ ദിവസമായി തീരുമാനിച്ചു വെച്ചത് വെള്ളിയാഴ്ച ദിവസത്തെയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിന് ധാരാളം പ്രത്യേകതകളും ഫളലുകളും പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. അഥവാ സൂര്യൻ ഉദിച്ച ഏതൊക്കെ ദിവസങ്ങളുണ്ടോ എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കും, സൂര്യനുണ്ട്. ആഴ്ചയിൽ 7 ദിവസങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഖൈറായിട്ടുള്ള ദിവസം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസം ഈ 7 ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖുലുഖ ആദമു. വെള്ളിയാഴ്ച ദിവസമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സൃഷ്ടിച്ചത്. വഫീഹി ഉദ്ഖിലൽ ജന്ന. അള്ളാഹു സ്വർഗത്തിലേക്ക് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ പ്രവേശിപ്പിച്ചതും വെള്ളിയാഴ്ച ദിവസമാണ്. വഫീ ഉഖ്രിജ മിൻഹ. അതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പുറത്താക്കിയതും വെള്ളിയാഴ്ച ദിവസമാണ്. വലാ തഖൂമു സ്സാഅ ഇല്ലാ ഫീ യൗമിൽ ജുമുഅ. അന്ത്യനാൾ സംഭവിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. അതാ വെള്ളിയാഴ്ചയുടെ കുറച്ച് പ്രത്യേകതകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അത് വെള്ളിയാഴ്ചയിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞതിന്റെ തുടക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, 7 ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, ഖൈറായിട്ടുള്ള ഫദലായിട്ടുള്ള ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മതം പൂർത്തിയാക്കി എന്നുള്ള ആയത്ത് ഇറങ്ങുകയുണ്ടായി. നമുക്കറിയാം, ഹജ്ജത്തുൽ വദാഇന്റെ സമയത്തിലാണ്, അല്ലെങ്കിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ ഒരു ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ആ ഹജ്ജിന്റെ സമയത്താണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്തിറങ്ങിയത്. ഒരു ജൂതൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, യാ അമീറൽ മുഅ്മിനീൻ, നിങ്ങളുടെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ആ ആയത്ത് ഞങ്ങൾക്കാണ് ഇറങ്ങിയിട്ടുള്ളത് എങ്കിൽ, ഞങ്ങളുടെ തോറയിലാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഞങ്ങളത് പെരുന്നാളിന്റെ ദിവസമായി, ആഘോഷത്തിന്റെ ദിവസമായി ഞങ്ങൾ ആഘോഷിക്കുമായിരുന്നു. അത്രക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ആയത്താണത്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാണ് ആയത്ത്?
അദ്ദേഹം പറഞ്ഞു, അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനെ അള്ളാഹു പൂർത്തിയാക്കി തന്നിരിക്കുന്നു, അള്ളാഹു ആ ദീനിനെ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ മതത്തിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവസാനിച്ചു, നിങ്ങൾ അത് ചെയ്തോളൂ എന്ന് പറയുന്ന ആയത്താണ്. അത് ഞങ്ങൾക്കാണ് ഇറക്കപ്പെട്ടത് എങ്കിൽ ഞങ്ങൾക്ക് വലിയ ആഘോഷത്തിന്റെ ദിവസമാറ്റുമായിരുന്നു ഞങ്ങൾ അത് എന്ന് ആ ജൂതൻ വന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനോട് പറയുകയുണ്ടായി. ഈ സമയത്ത് അത് പറയാനുള്ളൊരു കാരണമുണ്ട്. ജൂത പണ്ഡിതന്മാരും അതേപോലെ തന്നെ ക്രിസ്തീയ പണ്ഡിതന്മാരും എല്ലാം അവരുടെ മതത്തിൽ പലതും കൂട്ടിച്ചേർക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യാൻ പ്രയാസമാണ് എന്നർത്ഥം. ഒരുപാട് പുതിയ കർമ്മങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും അള്ളാഹു പഠിപ്പിക്കാത്ത കാര്യങ്ങളൊക്കെ അത് കൂട്ടിച്ചേർക്കുന്ന ആളുകൾ, മതത്തിൽ പുതുതായി ബിദ്അത്തുകൾ ഉണ്ടാക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അത് ജൂത ക്രിസ്ത്യാനികളുടെ ഏർപ്പാടാണ്, മുഅ്മിനീങ്ങളുടെ അഹ്ലുസുന്നയുടെ ഏർപ്പാടല്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ലഅലമുൽ യൗമ അല്ലദീ നസലത് ഫീഹി, ഈ ആയത്തിറങ്ങിയ ദിവസം എനിക്ക് എന്താണെന്നറിയാം, അതൊരു വെള്ളിയാഴ്ച ദിവസമാണ്. ഈ ആയത്തിറങ്ങിയ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. ആ ഇറങ്ങിയ സ്ഥലവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കുന്ന ഒരു സമയത്താണ്. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മതം പൂർത്തിയാക്കി എന്ന ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, യൗമുൽ ജുമുഅ അഫ്ളലു അയ്യാമിൽ ഉസ്ബൂ, ഒരാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് എന്നുള്ളത് പണ്ഡിതന്മാരെല്ലാവരും ഇജ്മാ ആയിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ചക്ക് പ്രത്യേകതയുണ്ടെങ്കിൽ, ഈ വെള്ളിയാഴ്ച അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദിവസമാണെങ്കിൽ, അള്ളാഹുവും റസൂലും പ്രത്യേകം അതിനെ ഫضലുകൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ഏറെ സുന്നത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച സുബ്ഹിക്ക് ഓതിയിരുന്നത് ഒന്നാമത്തെ റക്അത്തിൽ സജദ ഓതി, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തിൽ ഇൻസാൻ പാരായണം ചെയ്തു. അത് സുന്നത്താണ്, ഇമാമിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന്റെ ഏതെങ്കിലും അല്പഭാഗം ഓതിയത് കൊണ്ട് ഈ സുന്നത്ത് കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പരിപൂർണമായി ഓതി, അത് പരിപൂർണമായി അതിന്റെ സുന്നത്ത്, അതിന്റെ ഫضൽ ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ സുബഹി നമസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്പം ദീർഘമുള്ള നമസ്കാരമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം പഠിപ്പിച്ചതിൽ നിന്ന് കാണാൻ സാധിക്കും. സുബഹിക്ക് നല്ല നീളമുണ്ട്, അതിന്റെ തൊട്ടതായ ഇശാ നമസ്കാരം വരുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉച്ചത്തിൽ ഓതാത്ത നമസ്കാരത്തിന്റെ കൂട്ടത്തിൽ ളുഹുറും അസ്റും, അതിൽ ളുഹുർ ഏറെ നീളമുള്ളതാണ്, അസ്ർ നീളം കുറഞ്ഞതാണ്, മഗ്രിബിന് അല്പം നീളം കുറവാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹുർ നമസ്കാരത്തിൽ വലിയ സൂറത്തുകളൊക്കെ ഓതി നിസ്കരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ വളരെ ലഘുവായി നിസ്കരിക്കേണ്ടതല്ല എന്നർത്ഥം. ഏതായിരുന്നാലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നമസ്കാരത്തിൽ ഈ രണ്ട് സൂറത്തായിരുന്നു സ്ഥിരമായി ഓതിയിരുന്നത് എന്ന് നമുക്ക് ഹദീസുകൾ പഠിപ്പിച്ചു തരികയാണ്. അതേപോലെ തന്നെ സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് നിർബന്ധമാണ്. ഒരു നമസ്കാരം ഒരാൾക്ക് പൂർത്തിയാകുന്ന പ്രശ്നമില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെ. അത്തഹിയ്യാത്തിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു, രണ്ട് അത്തഹിയ്യാത്തുള്ള നമസ്കാരമാണെങ്കിൽ രണ്ടിലും നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഫഅക്സിറു അലയ്യ മിനസ് സ്വലാത്തി, അതുകൊണ്ട് തന്നെ പുണ്യപ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യപ്രവർത്തനമാണ് സ്വലാത്ത് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇന്നല്ലാഹ വ മലായികതഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അണ്ടകടാഹങ്ങളുടെ കോടാനുകോടി ജീവജാലങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, പോറ്റി വളർത്തുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും മഹോന്നതന്മാരായ സൃഷ്ടികളായിട്ടുള്ള കോടാനുകോടി മലായികത്തുകളും അള്ളാഹുവിന്റെ റസൂലിന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എന്താ റസൂലുള്ളാഹിക്ക് അള്ളാഹു സ്വലാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ? അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതൽ ബറക്കത്തുകളും നിഅമത്തുകളും അതേപോലെ തന്നെ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് അള്ളാഹിന്റെ സ്വലാത്ത്.
മലായിക്കത്തുകളുടെ സ്വലാത്തോ, മലായിക്കത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖൈറും ഫദലും ബറക്കത്തും ഇസ്തിഗ്ഫാറിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലുന്നു, മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് തന്നെ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, മുഅ്മിനീങ്ങളായ ആളുകളെ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണമെന്ന് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. ഈ സ്വലാത്തിന്റെ പ്രാധാന്യം അത്രയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രത്യേകം സുന്നത്തായി കൊണ്ട് സ്വലാത്ത് പഠിപ്പിച്ചു. ഏത് സമയത്തും സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ഏറെ ഫളിലുള്ള ശ്രേഷ്ഠതയുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ ആലോചിച്ച് നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മളൊക്കെ എത്രയാണ് സ്വലാത്ത് ചൊല്ലുന്നത് എന്ന്. ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 പ്രതിഫലം നമുക്ക് രേഖപ്പെടുത്തുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഏറ്റവും പ്രതിഫലം ലഭിക്കാൻ കാരണമായ, കൂലി കിട്ടാൻ കാരണമായ കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. കുറെ ആളുകൾ ഈ സ്വലാത്ത് വിൽപ്പന ചരക്കാക്കി സ്വലാത്ത് വാർഷികങ്ങളും സ്വലാത്ത് മാമാങ്കങ്ങളും സ്വലാത്തിന്റെ പേരിൽ ബിദ്അത്തുകളും സ്വലാത്തിന്റെ പേരിൽ സമ്പത്തുണ്ടാക്കലുമാണ് പുരോഹിതന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഇസ്ലാം എതിർത്തിട്ടുണ്ട്. നമ്മളൊക്കെ അത് എതിർത്ത് പോരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാൻ പോലും നമ്മൾ മറക്കുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. സ്വലാത്തും സ്വലാമും ദിക്റുകളും അതേപോലെ തന്നെ ഖുർആൻ പാരായണം ചുണ്ടനക്കി ചെല്ലാനുള്ളതാണ്. ചുണ്ടനക്കിയിട്ടാണ് ചെല്ലേണ്ടത്. ഒരു ഖതീബ്, ഒരു പ്രഭാഷകൻ എത്രയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുന്നത്? നമ്മൾ ആരും സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ? ഞാൻ മനസ്സ് ചൊല്ലുന്നുണ്ടല്ലോ മൗലവി, അതിനുള്ളതല്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ചൊല്ലിയാൽ അതിന്റെ കൂലി കിട്ടും. പക്ഷേ ദിക്ർ, സ്വലാത്ത് എന്നൊക്കെ പറയുമ്പോ പണ്ഡിതന്മാര് പറയുന്നുണ്ടല്ലോ, ഒരാൾ നമസ്കരിക്കുന്നു, ചുണ്ടനക്കാതെ നമസ്കരിക്കുന്നു, നമസ്കാരത്തിന് പൂർണ്ണതയാവുകയില്ല. ചുണ്ടനക്കി ചൊല്ലി പറഞ്ഞ് നിസ്കരിക്കണം. ഒരാൾ പറയുന്ന അയാൾക്ക് കേൾക്കണം. മറ്റുള്ളവരെ ഒരാൾ ഒസ്വാസിലാക്കേണ്ട ആവശ്യമില്ല. ഒച്ചത്തിൽ ചൊല്ലിയിട്ട് ഒപ്പം നിസ്കരിക്കുന്ന ആളെ ഇടങ്ങാറാക്കണ്ട. റുക്കൂലും സുജൂദിലൊക്കെ അയാൾ ഇങ്ങനെ ഭയങ്കര ഉറക്കത്തിൽ ചൊല്ലിയിട്ട് മറ്റുള്ള പ്രയാസം ഉണ്ടാക്കും. പക്ഷേ ചുണ്ടനൊക്കെ അത് ചൊല്ലാൻ പറ്റൂല. നിസ്കാരത്തിന്റെ പൂർണ്ണതയെ അത് ബാധിക്കും. വിശുദ്ധ ഖുർആന്റെ പാരായണവും അങ്ങനെ തന്നെയാണ്. ചുണ്ടനൊക്കെ ഇങ്ങനെ നോക്കിപ്പോകുന്നു, അത് ഖിറാഅത്തിന്റെ പോലും ലഭിക്കുകയില്ല. നേരെ മറിച്ച് ഖുർആന്റെ അർത്ഥം അറിയുന്ന ഒരാൾ അത് തദബ്ബുർ ചെയ്യുന്നു, തദബ്ബുറിന്റെ കൂലി കിട്ടും. അർത്ഥവും അറിയാത്ത ഒരാൾ ഇങ്ങനെ ചുണ്ടനക്കാതെ ഇങ്ങനെ ഓതിപ്പോവുകയാണെങ്കിൽ അതിന് ഈ പറയപ്പെട്ട ഖിറാഅത്തിന്റെ കൂലി കിട്ടുകയില്ല. ഏതായിരുന്നാലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മളൊക്കെ എത്ര സ്വലാത്ത് ചൊല്ലുന്നുണ്ട് നോക്കിയാൽ മതി. റസൂലുള്ളാഹിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കുറവും വരാനില്ല പ്രിയമുള്ളവരെ. പക്ഷേ നമുക്ക് കുറവ് വരും. നമ്മൾ എത്രയാണ് ആ ഹബീബിനെ സ്നേഹിക്കുന്നത് എന്ന് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഹബീബിനെ കാണാൻ, ആ ഹബീബിന്റെ ജീവിതത്തിൽ പകർത്താൻ റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനത് ചെയ്യുകയില്ല എന്ന് നമ്മൾ തീരുമാനിക്കാൻ നമുക്കൊക്കെ എത്രത്തോളം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രതിഫലാർഹമായ കാര്യമായതുകൊണ്ട് സ്വലാത്ത് എന്നുള്ളത് ഏറെ പ്രതിഫലാർഹമായ കാര്യമാണ്. അത് കൂടുതൽ പ്രതിഫലം ലഭിക്കണമെങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം എന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അജ്അലു സുലസ സ്വലാത്തി അലൈക, റസൂലേ എന്റെ പ്രാർത്ഥനയിലും അതേപോലെ തന്നെ എന്റെ അദ്കാറിലും എന്റെ സ്വലാത്തിലും ഇതെല്ലാം ചെയ്യുന്ന എന്റെ കൂട്ടത്തിൽ ഞാൻ 1/3 റസൂലുള്ളാഹിന്റെ പേരിൽ, അങ്ങയുടെ പേരിൽ സ്വലാത്താക്കട്ടെ. ദിക്റും പ്രാർത്ഥനകളൊക്കെ മാറ്റിവെച്ച് ഇതൊക്കെ അതിന്റെ 1/3, ബാക്കി 2 ഞാൻ ചൊല്ലുന്നുള്ളൂ. എന്റെ ഖുർആനോത്തും അതേപോലെ തന്നെ ബാക്കിയുള്ള ഏറ്റവും കൂടുതൽ സ്വലാത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കട്ടെ, 1/3 സ്വലാത്താക്കട്ടെ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, കാല ഇൻ ശിഅത, ചെയ്തോ, അങ്ങനെ ഉദ്ദേശിക്കണ്ടേ ചെയ്തോ, അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ ചെയ്തോ. കാല സുലുസൈനി, എന്നാൽ 2/3 സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഞാൻ സമയം മാറ്റി വെക്കട്ടെ. റസൂലേ, അങ്ങയുടെ പേരിൽ എന്റെ വിർദുകളും എന്റെ ദിക്റുകളും എന്റെ ദുആകളിലും 2/3 അള്ളാഹുവിന്റെ ഹബീബെ നിങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ മാറ്റിവെക്കട്ടെ, ഏറ്റവും കൂടുതൽ സമയം അതിന് കൊടുക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതെ, നീ ഉദ്ദേശിക്കണമെങ്കിൽ അത് ചെയ്തോ. ഖാല, പദ്യം പറഞ്ഞു, ഫസ്വലാത്തി കുല്ലഹാ, നബി കരീം അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ എന്റെ എല്ലാ വിരുദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾക്ക് വേണ്ടി
പിന്നെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് എന്റെ എല്ലാ ദിക്റുകളും വിറുതുകളും കൂടുതലായിട്ട് മുഴുവനായിട്ടുണ്ട് സ്വലാത്താക്കി മാറ്റട്ടെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അടിവരയിട്ട് മനസ്സിലാക്കിക്കോ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഇതാ അങ്ങനെയാണെങ്കിൽ ഇദൻ യക്ഫീകല്ലാഹു മാ അഹമ്മക മിൻ അംരി ദുനിയാ വൽ ആഖിറ, നിന്നെ ദുനിയാവിൽ ബാധിക്കുന്ന എന്ത് പ്രശ്നമുണ്ടോ, നിന്നെ ആഖിറത്തിൽ ബാധിക്കുന്ന എന്ത് പ്രശ്നമുണ്ടോ, നിനക്ക് ദുനിയാവിന്റെ വിജയവും ആഖിറത്തിന്റെ വിജയവും എന്റെ പേരിലുള്ള സ്വലാത്ത് കൊണ്ട് മാത്രം നിനക്ക് നേടാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്രയും റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്തിലാണത്. ദുനിയാവും ആഖിറവും നന്നാക്കാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ മതി. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വെള്ളിയാഴ്ച ദിവസം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇപ്പൊ നമ്മൾ ഈ സംസാരത്തിൽ തന്നെ എത്രയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വരുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്, എത്രയാ പ്രതിഫലം? അത് പറയുന്ന ആളുകൾക്കൊക്കെ ആ പ്രതിഫലം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല 10 പ്രതിഫലം റസൂലുള്ളാഹിന്റെ പേരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ലഭിക്കും. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ എത്ര കാലമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്? ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽ നമ്മൾ കേൾക്കുന്നുണ്ട് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. നമ്മുടെ കൂട്ടത്തിൽ എത്ര ആള് പാരായണം ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഞാനും നിങ്ങളും നമ്മൾ ഈ കേൾക്കുന്ന ആളുകൾ എത്ര ആളുകൾ, പ്രിയമുള്ള സഹോദരികളെ സഹോദരന്മാരെ, സൂറത്തുൽ കഹ്ഫ് കഴിഞ്ഞ വെള്ളിയാഴ്ച പാരായണം ചെയ്തോ? ഈ വെള്ളിയാഴ്ച പാരായണം ചെയ്തോ? വെള്ളിയാഴ്ച ഇനി സമയമുണ്ട്. അതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച പാരായണം ചെയ്തോ? അല്ല, ഈ മാസം പാരായണം ചെയ്തോ? നമ്മൾ ആലോചിച്ച് നോക്കുക, ഇതൊക്കെ ആർക്ക് ചെയ്യാനുള്ളതാണ്? എത്ര നഷ്ടമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വരുത്തി വെക്കുന്നത്. നമ്മൾ മൊബൈലിൽ ഇരിക്കുന്ന ഒരു 10 മിനിറ്റ് സമയം മതി സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ്, ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുകയാണ് യൗമുൽ ജുമുഅ, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ വെള്ളിയാഴ്ച ദിവസത്തിൽ, അല്ലാഹു അലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈനി, ഈ 2 ജുമുഅകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രത്യേക ഒരു പ്രകാശം കൊടുക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽബിലും അവന്റെ ജീവിതത്തിലും വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രകാശം അവന് ചൊരിഞ്ഞു കൊടുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അപ്പൊ നമ്മൾ വൈകി വരുന്ന ആളുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ചയുടെ പ്രത്യേകതയാണ്. വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഴ്ചയിൽ 7 ദിവസങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും പ്രത്യേകതമായ ഫദ്ലുള്ള ദിവസമാണ്. ഈ ഫദ്ലുള്ള ദിവസമായതുകൊണ്ട് തന്നെ എല്ലാ ഫദ്ലേറെയുള്ള ഇബാദത്തുകളും വെള്ളിയാഴ്ച നിങ്ങൾ വർദ്ധിപ്പിച്ചോ, അത് നമ്മളെ മീസാനിൽ കാണും. നമുക്കൊക്കെ കൈ കിട്ടാനുള്ള സാധനമാണ് കിതാബ്. നമ്മളൊക്കെ മീസാൻ തൂക്കിക്കണക്കാക്കും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ, ഇത് ചെയ്യുന്ന ആളുകൾക്ക് മീസാനിൽ കാണാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച നിങ്ങൾ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇബാദത്തുകൾ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം, പണ്ഡിതന്മാര് പറയുകയാണ്, വെള്ളിയാഴ്ച ദിവസം ധാരാളമായി പ്രാർത്ഥിക്കണം. കാരണം എന്തേ? വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, ലാ യുവാഫിഖുഹാ മുസ്ലിമുൻ ഖായിമൻ യുസല്ലി യസ്അലുല്ലാഹ ഖൈറ ഇല്ലാ അഅതാഹു ഇയ്യാഹു. വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്. ആ സമയം മുഅ്മിൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചോദിച്ചതെല്ലാം കൊടുക്കുമെന്ന് കട്ടായമാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് സമയാന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ല. പക്ഷെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഒരു മുൻതൂക്കമുള്ള അഭിപ്രായം പറഞ്ഞു. അതേതാണ്? അസറിന് ശേഷം മഗ്രിബ് വരെ, അല്ലെങ്കിൽ മഗ്രിബിന് വെള്ളിയാഴ്ച അസറിന് ശേഷം മഗ്രിബിന്റെ തൊട്ടു മുമ്പുള്ള സമയമാണത്. തൊട്ടു മുമ്പുള്ള സമയം. നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് സഹോദരന്മാരെ, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പടച്ചറബിനോട് ചോദിക്കും. ഇത് ആരാ തരുന്നത്? നമ്മുടെ ബിസിനസ്, നമ്മുടെ മക്കൾ, നമ്മുടെ പരലോകം, നമ്മുടെ ഭാര്യമാരുടെ, ഭർത്താക്കന്മാരുടെ, നമ്മുടെ ആരോഗ്യം, എന്തെല്ലാം പറയാനുണ്ട്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുമെന്ന് പറഞ്ഞ സമയം, ആ സമയത്ത് നിങ്ങൾ ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവർത്തനങ്ങൾ, അവൻ ചോദിച്ചത് ഇല്ലാ അഅതാഹു ഇയ്യാഹു, അല്ലാഹു അത് കൊടുക്കാതിരിക്കൂല എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതും വെള്ളിയാഴ്ചയുടെ സുന്നത്താണ്. വെള്ളിയാഴ്ച കുളിച്ച് പള്ളിയിലേക്ക് വരണം, സുന്നത്താണ്, നമ്മളൊക്കെ ചെയ്യുന്നതാണ്. പല പണ്ഡിതന്മാരും പറഞ്ഞു അത് നിർബന്ധമാണെന്ന് പറഞ്ഞു. ഏതായിരുന്നാലും വെള്ളിയാഴ്ച കുളിക്കുക എന്നുള്ളത്, കുളിച്ച് പള്ളിയിലേക്ക് വരിക എന്നുള്ളത് പ്രത്യേകമായ സുന്നത്തുണ്ട്.
അതേപോലെ തന്നെ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം നമ്മളൊക്കെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ട്. എല്ലാവരും നിസ്കരിക്കും വേണം. പക്ഷെ 2 മാത്രമല്ല, 4 റക്അത്തുണ്ട്. 2 റക്അത്ത് നിസ്കരിക്കാം, 2 മാത്രമാണ് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാ നമസ്കാരത്തിന് ശേഷം 4 റക്അത്ത് രണ്ടുമായിക്കൊണ്ട് സുന്നത്ത് നമസ്കരിച്ചതായിട്ട് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് നമുക്കൊക്കെ എടുക്കാനുള്ള സുന്നത്താണ്. അവിടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു മനുഷ്യൻ അയാൾ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുന്നു. പള്ളിയിലേക്ക് വന്നിട്ട് വദനാമിനൽ ഇമാമി, ഇമാമിന്റെ ഏറ്റവും അടുത്തെത്താൻ വേണ്ടി 1ാമത്തെ 2ാമത്തെ ഏറ്റവും അടുത്ത സ്വഫിലേക്ക് കയറിയിരിക്കുന്നു. അങ്ങനെ കയറിയിരിക്കുന്ന മനുഷ്യന് വലിയ പ്രതിഫലമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അതേ ഇമാമിന്റെ അടുത്തേക്ക് 1ാമത്തെ സ്വഫിലേക്ക് ഏറ്റവും അടുത്തടുത്ത് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ്. അതിനെന്ത് വേണം? നേരത്തെ പള്ളിയിലേക്ക് എത്തണം. നേരത്തെ നമ്മൾ പള്ളിയിലേക്ക് എത്തണം. അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിയിലേക്ക് വരുന്ന ആളുകൾ നേരത്തെ പിന്നെ എത്തുന്ന ആളുകൾ 1ാമത്തെ 2ാമത്തെ സ്വഫിലേക്ക് വന്നിരിക്കുന്ന നമ്മുടെ പള്ളിയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. എന്നാലും കുറച്ച് കുട്ടികളെന്ന് പറഞ്ഞാൽ മറ്റു കുട്ടികളല്ല, ചുമരുമ ചാരി അങ്ങോട്ട് ചാരി ഇരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നു. അതൊക്കെ ഒന്ന് ശരിയാക്കി ആ ഒരു ചാരി ഇരുന്ന കുറച്ച് സമയമാണ് ഇമാം ഖുതുബ നടത്തുന്നത്. ഖുതുബ നിർബന്ധവുമാണ്. അപ്പൊ ഒന്ന് ശരിക്കൊന്ന് കയറി ആ ഖുതുബ കേട്ട് ആ ഖുതുബ ഉറങ്ങാതിരുന്ന് സംസാരിക്കാതിരുന്ന് കേൾക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ചന്റെ സുന്നത്ത് പഠിപ്പിച്ചപ്പോ മനിഗതസല, ആരെങ്കിലും കുളിച്ചു യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം, ജനാബത്ത് കുളി എന്ന് പറഞ്ഞാൽ പരിപൂർണമായ കുളി. ആദ്യം ഒതു എടുത്തിട്ടുള്ള നിസ്കാരം, ആദ്യം ഒതു എടുത്തിട്ടുള്ള കുളി, ജനാബത്തുള്ളവനും ജനാബത്തില്ലാത്തവനും എങ്ങനെയാണെങ്കിലും അഥവാ പരിപൂർണമായ കുളി നടത്തി. എന്നിട്ട് അയാൾ പള്ളിയിലേക്ക് പോയി. എന്നിട്ട് പള്ളിയിലേക്ക് നേരത്തെ അയാൾ പള്ളിയിലെത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഒട്ടകത്തെ അറുത്തു കൊടുത്ത കൂലിയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ 2ാമത്തെ സമയത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പശുവിനെ അറുത്തു കൊടുത്ത കൂലിയാണ്. 3ാമത്തെ സമയത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ആടിനെ അറുത്തു കൊടുത്ത കൂലിയാണ്. 4ാമത്തെ സമയത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കോഴിയെ അറുത്ത് അള്ളാന്റെ മാർഗത്തിൽ കൊടുത്ത കൂലിയാണ്. ഒരു കോഴിയെ അറുത്തിട്ട് അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തു. എത്രയാണ് സഹോദരന്മാരെ കൂലി? ഇനി 5ാമത്തെ സമയത്ത് ഒരു മനുഷ്യൻ എത്തുകയാണെങ്കിൽ ഒരു കോഴിമുട്ട, ഒരു വിശന്ന് ഒരു പാവപ്പെട്ട ഒരു സാധുവായ ഒരു ദരിദ്രനായ മനുഷ്യന് ഒരു ചായ ഒരു കടി വാങ്ങി കൊടുത്തു. എത്ര അതിന് കൂലി? എന്നാൽ ഈ ഒരു പ്രത്യേകത പറഞ്ഞ വെള്ളിയാഴ്ച ഈ 5ാമത്തെ സമയത്ത് എത്തുന്ന ആളുകൾക്ക് ഒരു കോഴിമുട്ട ദാനം ചെയ്ത മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, നമ്മൾ പള്ളിയിലേക്ക് നേരത്തെ എത്തുക. ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കി ചില ആളുകൾ തെറ്റിദ്ധരിച്ചൊരു തെറ്റിദ്ധാരണയുണ്ട്. ആദ്യം വന്ന ആൾക്കാണ് ഒട്ടകത്തെ അറുത്ത് കൊടുത്ത കൂലി, പിന്നെ വന്ന ആൾക്കാണ് പശു. അങ്ങനെയല്ല, ആദ്യം ഒരു സമയമുണ്ട്. ആ സമയത്ത് വന്ന എല്ലാവർക്കും ഒട്ടകത്തെ അറുത്ത് കൊടുത്ത കൂലി ഉണ്ടാവും. ഒരു സമയമുണ്ട്. 2ാമത് വന്ന 2ാമത്തെ സമയത്ത് ആ ഒരു സമയപരിധിയിൽ വന്ന ആളുകൾക്കെല്ലാം ഒരു പശുവിനെ അറുത്ത് കൊടുത്ത കൂലി പറഞ്ഞാൽ എത്രയാണ്? വന്ന ഒരു സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോൾ തന്നെ ഇമാമത്തും
ഇമാമത്ത് ഹുതുബയും കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ആറാൾ സുന്നത്ത് പിന്നെ ദിക്റും ചൊല്ലി സുന്നത്ത് നിസ്കരിച്ച് പോയാൽ എത്രയാണ് പ്രതിഫലം പ്രിയമുള്ളവരെ. എന്തിനാണ് നമ്മളെ നഷ്ടപ്പെടുത്തുന്നത്? അപ്പോൾ തന്നെ നമുക്ക് എന്താണ് ഇത്ര വലിയ കാറ്? നമുക്ക് നിർബന്ധമല്ലേ, ആയത്തിലൂടെ പഠിപ്പിച്ചതല്ലേ, വസ്ഔലായി ദിക്രില്ല. അതുകൊണ്ട് നമ്മൾ നല്ലൊരു ജാഗ്രത വിഷയത്തിൽ പാലിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പള്ളിയിലേക്ക് ഒരു മനുഷ്യൻ നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു വർഷം നോമ്പ് നോറ്റ, ഒരു വർഷം നമസ്കരിച്ച പ്രതിഫലമാണ് ഒരാൾ പള്ളിയിലേക്ക്. മൻ ഗസല യൗമൽ ജുമുഅ, ഗസല യൗമൽ ജുമുഅ വഗ്തസല വബക്കറ വബതകറ വമശാ വലം യർകബ്, ഒരാൾ കുളിച്ച് വൃത്തിയായി സുഗന്ധമൊക്കെ പൂശി നേരത്തെ അയാൾ പള്ളിയിലേക്ക് വന്നു. അയാൾ നേരത്തെ പള്ളിയിലേക്ക് മശാ വലം യർകബ്, നടന്നാണ് വന്നത്, വാഹനത്തിൽ വന്നിട്ടില്ല. ഒരു 200 മീറ്ററോ 300 മീറ്ററോ അപ്പൊ ഇതിന് വണ്ടി എടുക്കല്ലേ. കാരണം എന്താ വെച്ചാൽ ഓതുവെടുത്ത് പള്ളിയിലേക്ക് വരുമ്പോൾ ഓരോ കാലടിപ്പാടിനും കൂലി പ്രതിഫലമുണ്ട്. ഒരു കാലടി വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു പാപം പൊറുക്കും, മറ്റൊരു കാലടിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ദറജ ഏറ്റി കൊടുക്കും. ഇപ്പൊ മാക്സിമം നടന്നു വരിക. അങ്ങനെ ഒരാൾ അയാൾ നടന്നു വന്ന് വലം യർകബ്, വാഹനത്തിൽ വന്നില്ല. വദനാ മിനൽ ഇമാം, ഇമാമിനോട് അടുത്ത് വന്നിരുന്നു. അതിന്റെ അർത്ഥം എല്ലാവരും മുമ്പിലുണ്ട്, എന്നിട്ട് അടുത്ത് വൈകി വരും ചെയ്യുക, എന്നിട്ട് അടുത്ത് വന്നിരിക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ പിരടികൾ ചവിട്ടിക്കടന്ന് വകഞ്ഞു മാറ്റി വരാനും പാടില്ല. എവിടെയാണോ സ്ഥലമുള്ള അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ നേരത്തെ വരിക. അങ്ങനെ ചെയ്തു. വലം യൽഹു, ഖുത്ബയെ നഷ്ടപ്പെടുത്താതിരുന്നു. കാന ലഹു ബികുൽ, ഖുത്ബയെ നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് സംഗതികളുണ്ട്. ഖുത്ബയ്ക്കിടയിൽ സംസാരിക്കുക, അവർക്ക് ഖുത്ബയില്ല. എടോ ജി സംസാരിക്കല്ലേ എന്ന് പറഞ്ഞാൽ പറഞ്ഞവനക്ക് ഖുത്ബയില്ല. അപ്പൊ ചില വണ്ടിയന്മാര് പറഞ്ഞു, എന്താ പിന്നെ ഇങ്ങനെ ആക്കാൻ പറ്റുമോ, ആംഗ്യം കാണിക്കാം. ഓൻ ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഓൻ ഇത് ശ്രദ്ധിക്കണം, സംസാരിക്കണം, അവിടെ സംസാരിച്ചോട്ടെ. ഖുത്ബന്റെ അടി സംസാരിച്ച ഖുത്ബയില്ല എന്ന് കേട്ടിട്ട് പിന്നെയും വന്ന് സംസാരിക്കുക, പിന്നെ ഒന്ന് ചിരിക്കുക, മറ്റുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, കണ്ടിരിക്കി കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടെന്നല്ല കേട്ടോ. ഇവിടെ ഉണ്ടെങ്കിൽ പാടില്ല, എവിടെ ഉണ്ടെങ്കിലും പാടില്ല. ആ ഖുത്ബയില്ല എന്ന് പറഞ്ഞ് ഇരിക്കണ സമയം പായായി പോവല്ലേ. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അതാണ് നിസ്കാരത്തിൽ ഖുത്ബനെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ. ഒരുപാട് കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ മണ്ണിലാണ് ഇരിക്കുന്നത്, മണ്ണിൽ ഇങ്ങനെ വരയ്ക്കുക. ഓമൻ മസ്സൽ ഹസ, ആരെങ്കിലും മണ്ണിൽ വരച്ചാൽ ഓനക്ക് ഖുത്ബയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഖുത്ബക്ക് വന്ന് ഖുത്ബ നടത്തുന്ന ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ആ ഒരു സമയം മൊത്തം വരക്കില്ല. എപ്പോഴെങ്കിലും ഒന്ന് കുറച്ച് ഇങ്ങനെ വരച്ചു. നമ്മളുണ്ടല്ലോ മണ്ണിലിരിക്കുമ്പോൾ ഒരു വരക്കല്, അങ്ങനെ നടത്തിയാൽ തന്നെ അത് ചിലപ്പോൾ ഒരു 30 സെക്കൻഡ് ഉണ്ടാവുള്ളൂ. ഖുത്ബയില്ല, അതിന് വന്നിരിക്കണ്ടല്ലോ ജി. അതാണ് പറയുന്ന മാന. ഖുത്ബ കേൾക്കാൻ വേണ്ടി ഇരിക്കുക, അത് അതിനൊക്കെ ഉത്തരവാദിത്തമാണ്. സാധാരണ മറ്റുള്ള വാദിനോ തസ്കിയത്തിനോ വന്നിരിക്കണ പോലെയല്ല ഇരിക്കണം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അതിന്റെ പ്രതിഫലം എത്ര? അമലു സനതി അജ്റുഹാ അജ്റു സിയാമിഹാ വ ഖിയാമിഹാ. ഒരു വർഷം നോമ്പും നിസ്കാരവും നടത്തിയ പ്രതിഫലമാണ്. നമ്മളെ കൂട്ടത്തിൽ എത്ര ആൾക്ക് ഇത് കിട്ടും? നമ്മളോട് തന്നെ എങ്ങനെ ചോദിച്ചു നോക്കാം. നമ്മോട് ചോദിക്കാം. മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ ഗസല യൗമൽ ജുമുഅത്തി വതദഹറ ബിമസ്തതാ മിൻ തുഹ്രിൻ, അഥവാ നന്നായി കുളിച്ചു എങ്ങനെ എന്തൊരു കുളിയല്ല, നന്നായി കുളിച്ചു, എന്നിട്ട് എണ്ണക്കെ പുരട്ടി, എന്നിട്ട് മസ്സ മിൻ ത്വീബിൻ, എന്നിട്ട് സുഗന്ധം പുരട്ടി എന്നുള്ളത് ആണുങ്ങൾക്ക് സുന്നത്താണ്, പെണ്ണുങ്ങൾക്ക് ഹറാമാണ്, പുറത്തേക്ക് ഇറങ്ങണം പെണ്ണുങ്ങൾക്ക്. എന്നിട്ട് ഇല്ലാത്തവർക്ക് സുഗന്ധമൊക്കെ പൂശിക്കൊടുത്തു, ദാനം കൊടുത്തു. സുമ്മ റാഹ ഫലം യുഫർരിക് ബൈന ഇത്നൈനി, എന്നിട്ട് പള്ളിയിലേക്ക് എത്തിയപ്പോ കുറെ ബാക്കിലാന്ന് കണ്ടപ്പോ 2 ആൾക്കാർ അങ്ങനെ വകഞ്ഞു മാറ്റി മുമ്പിലേക്കൊന്നും പോയില്ല. അവിടെ കിട്ടിയോടത്തോടെ ഇരുന്നു. ഫസല്ലാ മാ കുതിബ ലഹു, എന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. സുമ്മ ഇദാ ഖറജൽ ഇമാമു അൻസത, അങ്ങനെ ഇമാം വന്നപ്പോ മിണ്ടാതെ. ഇമാം അപ്പളേ വരുള്ളൂ. ഇമാം വരണ്ട്? ഇമാം ഖുത്ബന്റെ സമയത്ത് വരണ്ട്. അങ്ങനെ ഉണ്ടോ? ഇമാം നേരത്തെ വരണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബന്റെ സമയമായി കഴിഞ്ഞാൽ ആയിഷ ബീവിന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് ഉദിച്ചു വരുന്ന സഹാബത്ത്. എങ്ങനെ ഉദിക്കുക? ഇമാം ആ വെള്ള വസ്ത്രം ധരിച്ച ആ ഒരു കോലത്തിൽ, ഇമാമിന്റെ കോലത്തിൽ ഇങ്ങോട്ട് ഉദിക്കും ഞങ്ങളിലേക്ക്. ആ ഡോറിനെടുത്ത് തുറന്നു വന്നാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ആ 14 രാവിന്റെ ആ മുത്ത ഹബീബ് ഇങ്ങനെ ഉദിച്ചു വരും. എന്നിട്ട് കയറും. എന്നിട്ട് പറയും, കഅന്നഹു മുൻദിറു ജയ്ഷിൻ, ഒരു യുദ്ധത്തിന് ഒരുങ്ങിയിട്ടുള്ള അണികളോട്, സൈന്യത്തിനോട് സൈനാധിപൻ പറയുന്ന പോലെ ഗൗരവത്തോടുകൂടി സംസാരിക്കും. അവരെല്ലാവരും കേട്ടിരിക്കും. വിശുദ്ധ ഖുർആന്റെ ആയത്തോതും, എന്നിട്ട് വിശദീകരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുത്ബ കഴിഞ്ഞാൽ ഒന്ന് ഇരുന്ന് കുറച്ച് കഴിഞ്ഞ ശേഷം ഒരു ഖുത്ബയും കൂടി നടത്തും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ. നോക്ക് നിങ്ങൾ. അപ്പൊ എത്ര ഗൗരവത്തിലാണ്
എന്നിട്ട് ഇമാമ് വന്നു, സംസാരിച്ചില്ല, സംസാരിക്കാതിരുന്നു. ഊഫിറ ലഹു മാ ബൈനഹു വബൈനൽ ജുമഅത്തിൽ ഉഖ്റാ. ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെയുള്ള എല്ലാ പാപങ്ങളും അതിലൂടെ പൊറുക്കപ്പെടും. എത്രയാ പ്രതിഫലം പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ. 8 ദിവസത്തെ പാപങ്ങൾ അതോടുകൂടി പൊറുക്കപ്പെടും. അവിടെ നേരത്തെ വരാൻ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ നമ്മൾ ശ്രമിക്കണം, നേരത്തെ എത്താൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണം എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വെള്ളിയാഴ്ചയുടെ പ്രത്യേകതയും അതിൻ്റെ ഗൗരവമാണ്. എത്ര ഗൗരവം കാണിക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയുണ്ടായി, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടാൽ അഥവാ പള്ളിയിലേക്ക് പോകേണ്ട സമയമായാൽ, ഫസ്ഔ ഇലാ ദിക്രില്ലാ, അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ആ ദിക്റിലേക്ക്, ആ സംസാരത്തിലേക്ക്, വഅദിലേക്ക് നിങ്ങൾ ധൃതിപ്പെടണം. വദറിൽ ബൈഅ, നിങ്ങൾ കച്ചവടവും നിങ്ങളെ ശുഗലുകളൊക്കെ മാറ്റിവെക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം ആ സമയത്ത് കച്ചവടം ചെയ്ത് കിട്ടിയ കാശ് ഹറാമാണ്. ആ സമയത്ത് കിട്ടിയ കാശ് ഹറാമാണ്. ആ കാശ് ഹലാലല്ല, ആ റിസ്ക് ഹലാലല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ പിന്നെ നിങ്ങളുടെ കച്ചവടത്തെ നിങ്ങൾ ഉപേക്ഷിക്കണം. ഖുതുബ ഞങ്ങൾ പോയിക്കോളി, നിങ്ങൾ നിങ്ങളുടെ റിസ്ക് നിങ്ങൾ തേടിക്കോളൂ എന്ന് പറഞ്ഞു. വദറുൽ ബൈ ദാലികും ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഖൈർ. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ, ഇൽമുള്ളവരാണെങ്കിൽ. എന്താ ഇൽമ്? അള്ളാഹിനെ കുറിച്ച് അറിയാം. പടച്ചോനാണ്, റാസിക്കാരാ അള്ളയാണ്. നമ്മളെ എത്ര പണിപ്പെട്ട് നിസ്കരിക്കാൻ നേരമില്ല, ജമാഅത്തിന് വരാൻ നേരമില്ല, ജമാഅത്തിന് വരാൻ നേരമില്ല, ജുമുഅക്ക് വരാൻ നേരമില്ല. എന്താ ഷുഗലാണ്, എന്താ ഷുഗല്? ദുനിയാവിന്റെ തിരക്കാണ്. ആരാണ് സുഹൃത്തുക്കളെ ബർക്കത്തിട്ടത്? ബർക്കത്ത് ഉടയവനായ റബ്ബാണ്. തബാറക്കല്ലദീ ബിയദിൽ മുൽക്കു. ആരുടെ കയ്യിലെ ബർക്കത്തുള്ളത്? അള്ളാന്റെ കയ്യിലാണ്. ഓൻ തരണം. നമ്മൾ പെടാപാട് വിട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പെടാപാട് കിടും, കടക്കണിയിൽ കുടുങ്ങും, എടങ്ങാറിന്റെ മേലെ എടങ്ങാറാവും. അതുകൊണ്ട് നേരത്തെ എത്തണം. നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരികയാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ആരെങ്കിലും ഖുതുബക്കിടയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ നമസ്കാരം അവന്റെ ഖുതുബ നഷ്ടപ്പെട്ടു, അവരോട് സംസാരിക്കരുത്, അൻസിത്ത്, മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവന്റെയും ഖുതുബ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എന്ത് അപ്പൊ ഇങ്ങനെ കാണിക്കാൻ പറ്റും, ആംഗ്യം കാണിക്കാൻ പറ്റുമോ? അത് ആംഗ്യം കാണിക്കലും സംസാരമല്ലെങ്കിലും ഒരു അൻസിത്ത് എന്നുള്ളത് കൽപ്പന. ഓനോട് എന്താണ് മിണ്ടല്ലേ എന്ന് പറഞ്ഞാണ് റസൂലുള്ളാഹി പറഞ്ഞ. അങ്ങനെയും പറയണ്ടെന്നാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞ്. അങ്ങനെ പറഞ്ഞോനെയും അവന്റെ ശ്രദ്ധ അങ്ങോട്ട് മാറുന്നുണ്ട്. ഓൻ ഖതീബിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് അതും ശരിയല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഖുതുബ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖുതുബ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ അവരെ അവർ ആഖിറത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധവാന്മാരായിരിക്കും. എത്ര ആയത്ത് കേട്ടാലും ഹദീസ് കേട്ടാലും അതേപോലെ തന്നെ മരിക്കണ കണ്ടാലും സ്വന്തം കൂടെ ജനിച്ചു വളർന്ന് പഠിച്ച ആൾക്കാർ മരിക്കണ കാണാണ്. സ്വന്തം ഒപ്പുള്ളവര് അല്ലെങ്കിൽ നമ്മളെ താഴെ വയസ്സുള്ള ആൾക്കാർ മരിക്കണ കാണാണ്. ഓരോ മരണവും നമുക്കെന്താണ്? നമുക്ക് മുട്ടാനുള്ള മലക്കൽ മൗത്ത് നമ്മുടെ വാതിലിനോട് അടുത്തെത്തിയിരിക്കുന്നു എന്നാണ് എന്ത് കാണിക്കുന്നത്? ഓരോ മരണവും നമുക്കുള്ള സൂചനകളാണ്. ആ സൂചന ഒന്നും നമുക്ക് ഒരു കൂസലും ഉണ്ടാവില്ല. കാരണം എന്താ പറയുക? ജുമുഅ നഷ്ടപ്പെടുത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇത് ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് തആല അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ചെയ്തു പോയിട്ടുള്ള ഒരുപാട് പാപങ്ങൾ, തെറ്റുകൾ, ഇതുപോലുള്ള ശ്രദ്ധയില്ലായ്മകൾ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
الأحياء منه والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.